നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കപ്പില്ലാത്തവന്മാർക്ക് ബാലൻഡ്യൂർ കിട്ടുമോ? വേൾഡ് കപ്പ് ഇയറാണ്, അതുകൊണ്ട് വേൾഡ് കപ്പിലെ പെർഫോമൻസിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ വേൾഡ് കപ്പ് അടിച്ച ടീമിലെ താരത്തിന് ബാലൻഡ്യൂർ കിട്ടൂ? അതല്ല, ഇനിയിപ്പോൾ വേൾഡ് കപ്പ് വേണ്ട, ഏതെങ്കിലും ഒരു ട്രോഫി കിട്ടിയാലേ ബാലൻഡ്യൂർ കിട്ടൂ, അങ്ങനെ ഉണ്ടോ? കപ്പില്ലാത്ത എംബാപ്പയ്ക്ക് ബാലൻഡ്യൂർ കിട്ടൂലേ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകാം. ഇതാ കൃത്യമായ ഉത്തരം ബാലൻഡ്യൂർ തന്നെ നൽകുന്നുണ്ട്. അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ അവർ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത്, ക്യാൻ യു വിൻ ദി ബാലൻഡ്യൂർ ഡിസ്പൈറ്റ് എ ട്രോഫിലെസ് സീസൺ? ട്രോഫിയൊന്നും കിട്ടാത്തൊരു സീസൺ ഉണ്ടായാൽ, അങ്ങനെ ഒരു സീസൺ കളിച്ചു, നന്നായി കളിച്ചു, പക്ഷെ കപ്പ് കിട്ടിയില്ല, അപ്പോൾ ബാലൻഡ്യൂർ കിട്ടുമോ? അതിനുള്ള ഉത്തരമാണ് അവർ ഇതിൽ നൽകുന്നത്. അവർ പറയുന്നത് വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുന്നു, സോ ഈ ഒരു സീസണിൽ നമ്മളെല്ലാവരും ഇനി ഉറ്റുനോക്കുന്നത് ബാലൻഡ്യൂർ പുരസ്കാര ദാനത്തിനാണ്. ഒക്ടോബർ 26 ലണ്ടനിൽ വെച്ചിട്ടാണത് നൽകുന്നത്. അപ്പം കപ്പില്ലാത്ത, ക്യാൻ യു വിൻ ഇറ്റ് വിത്തൗട്ട് ഹാവിങ് ക്ലെയിംഡ് എ സിംഗിൾ ടീം ട്രോഫി ഡ്യൂറിങ് ദി സീസൺ? അതാ ചോദ്യം. കപ്പില്ലാത്ത ഒരു സീസണിൽ ഒരു താരത്തിന് ബാലൻഡ്യൂർ കിട്ടുമോ? യെസ്, ഇറ്റ് ഹാസ് ഹാപ്പൻഡ് ബിഫോർ. മുമ്പും അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. സ്റ്റാൻലി മാത്യൂസ്, ഫസ്റ്റ് ബാലൻഡ്യൂർ വിന്നർ 1956. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആ ഒരു കലണ്ടർ ഇയറിൽ വിത്തൗട്ട് ഹാവിങ് ക്ലൈംഡ് എ ടീം ടൈറ്റിൽ ഡ്യൂറിങ് ദാറ്റ് കലണ്ടർ ഇയർ, ആ കലണ്ടർ ഇയറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഒരു ട്രോഫിയും കിട്ടിയിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ബാലൻഡ്യൂർ ലഭിക്കുകയുണ്ടായി. യെസ്, നോക്കുക, ഇനി 6 കേസുകൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2013 അത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കാണ് ലഭിച്ചത്. അതായത് ഒരു ട്രോഫിയും കിട്ടാത്ത ആളുകൾക്ക് ബാലൻഡ്യൂർ കിട്ടിയത് ഇതിനു മുമ്പ് 6 തവണയാണ്. ഡെനിസ് ലോ 1964, അതുപോലെ തന്നെ ഗ്രേറ്റ് മുള്ളർ 1970. അദ്ദേഹം ആ വേൾഡ് കപ്പിൽ 10 ഗോളുകളൊക്കെ ആ ഒരു വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പിന്നെ കെവിൻ കീഗൻ 1978, ലൂയി ഫിഗോ 2000 ഇതുപോലെ ഒരു ഇൻഡിവിജ്വൽ ട്രോഫിയും നേടാതെ തന്നെ ട്രോഫിലെസ് ആയിട്ടും ബാലൻഡ്യൂർ നേടി. ഏറ്റവും ഒടുവിൽ അത്തരത്തിൽ ഒരു ബാലൻഡ്യൂർ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് 2013. CR7 ശേഷം ഇനി ആർക്കെങ്കിലും അങ്ങനെ കിരീടമില്ലാതെ ബാലൻഡ്യൂർ കിട്ടും. 2013 ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മികച്ച പ്രകടനം നടത്തിയ CR7 ആണ്, പക്ഷേ കിരീടമുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ കിരീടങ്ങളില്ലാതെ ബാലൻഡ്യൂർ നേടിയത്. ഇനി ഇത്തവണ ആരെങ്കിലും അങ്ങനെ നേടുമോ? സ്വാഭാവികമായിട്ടും എംബാപ്പയെ എല്ലാവരും ഉയർത്തി കാണിക്കുന്നുണ്ട്. റയൽ മാഡ്രിഡിന് കിരീടമില്ല, അതുപോലെ ഫ്രാൻസിനും വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ പറ്റിയിട്ടില്ല. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.